ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എള്ള് കൊണ്ടൊരു സ്നാക്സ് ആണ്. എള്ളപ്പമാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു 50 ഗ്രാം വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇത് അരമുറി തേങ്ങയുടെ പിഴിഞ്ഞെടുത്ത കട്ടിപ്പാലാണ്. ഇത് നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ട് വരും. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 50 ഗ്രാം വീതം പച്ചരിയും കറുപ്പ് കൗനി അരിയുമാണ്. ബ്ലാക്ക് റൈസ് കിട്ടിയില്ലെങ്കിലും കൂടി നമുക്ക് പച്ചരിയിൽ തന്നെ ഈ അപ്പം ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയായ റൈസാണിത്, വളരെ കട്ടിയും കൂടിയാണിത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 അരിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിയെല്ലാം നല്ലതുപോലെ കഴുകിയ ശേഷം കുതിരാൻ ആവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് ഒരു 6-7 മണിക്കൂർ വെച്ചിരിക്കാം. അരിയെല്ലാം കുതിർന്നതിന് ശേഷം നമുക്ക് വെള്ളമെല്ലാം കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയേക്കാം. ഇനി ഒരു 2 സ്പൂൺ നിറച്ച് എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. 4-5 ഏലക്കായ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി അടിച്ചെടുത്ത മിക്സിയിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 സ്പൂൺ കണക്കാക്കി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മാവിലേക്ക് കുറച്ച് സോഡാ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു മതിയാകും. ഇനി നമുക്ക് 2-3 സ്പൂൺ എള്ള് വീണ്ടും ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മധുരം ഞാനിപ്പോൾ ഇതിൽ കുറച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആവശ്യമുള്ളവർ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാവിന് നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചേക്കാം. ഇനി ഒരു ചട്ടിയിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായാൽ ഉടൻ തന്നെ നമുക്ക് ഓരോ സ്പൂൺ വീതം മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ മാവും ഇതുപോലെ ചെറിയ ചെറിയ അപ്പങ്ങൾ ഉണ്ടാക്കി എടുക്കാം. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്ക് ടീ ടൈമിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത്. വെള്ള എള്ള് കിട്ടിയില്ലെങ്കിൽ കറുത്ത എള്ള് കൂടി ഉപയോഗിച്ച് നമുക്ക് ഈ അപ്പം തയ്യാറാക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ എള്ളപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഒരു 100 ഗ്രാം അരിയിലാണ് ഞാനിപ്പോൾ ഇത്രയും ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.